നമ്മുടെ പൊന്നോണ പുത്തൻ പുലരിയിൽ എല്ലാ ദിവസവും അതിഥികൾ ചേരും എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഒരുപാട് പാട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു അതിഥിയാണ്. കീർത്തന രാജേഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. BA സംഗീത വിദ്യാർത്ഥിനിയാണ് കീർത്തന. അതോടൊപ്പം നിരവധി ആൽബങ്ങളിൽ പാടിയിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് കീർത്തനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഓണവിശേഷങ്ങളുമായി എത്തുന്ന സംഗീത ആവിഷ്കാരം അല്ലേ, ഓണക്കാറ്റ് എന്ന ആൽബം ഇന്ന് ആസ്വാദകർക്ക് മുന്നിലെത്തുകയാണ്. നമുക്ക് ആദ്യം അത് കേൾക്കാം, അതിനുശേഷം അതിഥിയിലേക്ക് എത്താം. കീർത്തന മനോഹരമായി പാടും എന്ന് മാത്രമല്ല അഭിനയിക്കും എന്നുകൂടി നർത്തകിയാണ്. അതെ അതെ. കീർത്തന, എന്തായാലും സ്വാഗതം പുത്തൻ പുലരിയിലേക്ക്. നമസ്തേ ചേച്ചി. നമസ്തേ. നമുക്ക് ഒരു ഓണപ്പാട്ടോടു കൂടി തന്നെ തുടങ്ങാം, അല്ലെ? എന്നിട്ട് വിശേഷങ്ങളിലേക്ക് കിടക്കാം. കാരണം സാധാരണ ഈ പാട്ടുകാരെയൊക്കെ പിടിച്ചിരുത്തി നമ്മൾ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ പ്രേക്ഷകർ തന്നെ നമ്മളോട് പറയാറുണ്ട്, എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പാട്ട് മതി എന്ന്. അതുകൊണ്ട് കീർത്തന, നമുക്കൊരു പാട്ടിൽ തന്നെ തുടങ്ങിയാലോ? ഒരു ഓണപ്പാട്ടായാലോ? എന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ നാളികേര ദിനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേരനിരകളാടും പാടാമെന്നുള്ളൊരു. അതെ അതെ. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാൽ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനടി നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്. അപ്പൊ കീർത്തനക്കുട്ടി, ഇനി നമുക്ക് വിശേഷങ്ങൾ അറിയാം. പറഞ്ഞു തുടങ്ങിക്കോളൂ. തിരുവനന്തപുരത്തുകാരെയാണ്. അതെ അതെ. ഞാൻ മലയങ്കിഴാണ് താമസം. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ഫോർ വിമൻ വഴുതക്കാട് ഞാൻ ഫൈനൽ ഇയർ BA മ്യൂസിക് സ്റ്റുഡൻ്റ് ആണ്. ഇന്നിപ്പോൾ ഓണപ്പാട്ട് റിലീസാണ് വൈകുന്നേരം. അതിൻ്റെ ഒരുക്കങ്ങളും സന്തോഷത്തിലൊക്കെയാണ്. ഇതാണ് പുതിയ വിശേഷം. അതാണ് നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഓണക്കാറ്റ് അല്ലേ? അതെ, ഓണക്കാറ്റ്. എന്തായിരുന്നു അതിൻ്റെ ഒരു ചിത്രീകരണ വിശേഷങ്ങളൊക്കെ പറയാമോ? ഇതിൽ ഈ ആൽബത്തിൽ അഭിനയിച്ചത് ആദ്യമായിട്ടാണോ അതോ നേരത്തെ ഒക്കെ പാട്ടിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടോ? ഇതിനു മുന്നേ 2 ഭക്തിഗാനങ്ങളാണ് ഞാൻ ചെയ്തത്. അതിലും ഞാൻ തന്നെയാണ് അഭിനയിച്ചതും. ഇതിലും പക്ഷേ കുറച്ചുകൂടി ഏറെ സന്തോഷമാണ്. കാരണം അതിൽ നിന്നും വേറെ മാറി തന്നെ വേറൊരു രീതിയിലാണ് ഓണക്കാറ്റ് എന്നുള്ള പാട്ട് ചെയ്തിരിക്കുന്നത്. രഞ്ജിനി സുധീരൻ എന്ന് പറഞ്ഞ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആൻറ്റിയാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. അതുപോലെ സന്തോഷ് പെരളി എന്ന് പറയുന്ന അങ്കിളാണ് ലിറിസിസ്റ്റ്. ഇതിൻ്റെ വീഡിയോ ഡയറക്ഷൻ, ക്യാമറ എല്ലാം ചെയ്തിരിക്കുന്നത് അഭിരാം സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ അതിന് ഒരു ദിവസം കൊണ്ടാണ് ഇത്ര ഷൂട്ടും എല്ലാം ചെയ്തത്. റെക്കോർഡിംഗ് ആണെങ്കിൽ അനിയങ്കിൾ MK അർജുനൻ സാറിൻ്റെ മോനാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ആൽബമാണ്. ഇന്ന് വൈകുന്നേരം സൂര്യകൃഷ്ണമൂർത്തി സാറാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ
ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതെ അതെ, ആ സന്തോഷം കാണാനുമുണ്ട് അല്ലേ? ഞങ്ങളിലേക്കും പകർന്നു കിട്ടുന്നുണ്ടല്ലേ? അതെ അതെ അതെ. അത് മാത്രമല്ല, ഈ ഓണക്കാലത്ത് ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു ആൽബം പുറത്തിറങ്ങുമ്പോൾ അത് എത്രമാത്രം പ്രേക്ഷക ശ്രദ്ധ നേടും എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല കീർത്തന. അതോടൊപ്പം നമുക്ക് പതിവ് ചോദ്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് സംഗീതത്തിലേക്ക് എത്തിയത്? അതുമാത്രമല്ല, നൃത്തത്തെ വളരെ നല്ല ഒരു കലാകാരി കൂടിയാണ്, നർത്തകി കൂടിയാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ കലാരംഗത്തേക്കുള്ളൊരു ചുവടുവയ്പ് എല്ലാം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. കുഞ്ഞിലെ എൻ്റെ സ്കൂളിൽ നിന്നാണ്, ഞാൻ കാർമൽ സ്കൂളിലാണ് പഠിച്ചത്, പേയാട് കാർമൽ. അപ്പോൾ അവിടെ ടീച്ചർമാരാണ് സത്യം പറഞ്ഞത് ഇത് ആദ്യം കണ്ടുപിടിച്ച് എൻ്റെ അച്ഛനോടും അമ്മയും അടുത്തൊക്കെ പറയുന്നത്. അപ്പോൾ കുഞ്ഞിലെ തന്നെ ഡാൻസ് കളിക്കും. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് വളരെ പ്രോത്സാഹനമാണ്. എൻ്റെ കുടുംബത്തിൽ കലയിലേക്ക് വരുന്ന ആദ്യത്തെ കുട്ടി ഞാനാണ്. ഇതിനു മുന്നേ ആരും അങ്ങനെ കലയിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ടീച്ചർമാർ പറയുന്നു, അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടീവായിട്ട് എന്നെ കുഞ്ഞിലെ തന്നെ ഇതിലേക്ക് കയറ്റുകയാണ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഞാനിതിൽ വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന് ബാക്ക് ബോണായി നിൽക്കുന്നത് അച്ഛൻ അമ്മയാണ്, അവർ രണ്ടുപേരുമാണ്. അങ്ങനെ അതിൽ നിന്ന് പഠിച്ചു. പക്ഷെ കല ഒരിക്കലും മെയിനായിട്ട് എടുക്കുന്നത് ഞാനും വിചാരിച്ചതല്ല. ഡാൻസാണ് കുഞ്ഞിലെ ഒരുപാട് പഠിക്കുന്നത്. ഞാൻ പേയാട് അജയൻ സാറിൻ്റെ അടുത്താണ് നൃത്തം അഭ്യസിക്കുന്നത്, വിളപ്പിൽ രാജൻ സാറിൻ്റെ അടുത്താണ് പാട്ട് അഭ്യസിക്കുന്നത്. അപ്പോൾ സംഗീതം മേജറായിട്ട് എടുക്കാനുള്ളൊരു തീരുമാനം ഞാൻ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ചെറുതായിട്ടെങ്കിലും കാരണം കയ്യിൽ സ്കില്ലുണ്ട്, അപ്പോൾ അത് ഒന്ന് വളർത്താം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്. ഒരുപാട് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഫാമിലിയാണ് കൂടെ നിന്നത്. അച്ഛനും അമ്മയാണ് എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് നല്ലത്, അത് കൊണ്ടുപോകാമെന്ന്. അങ്ങനെയാണ് ഞാൻ കോളേജിൽ മേജർ ചെയ്ത് സംഗീതം എടുക്കുന്നത്. ഇപ്പോൾ വളരെ സന്തോഷമാണ്. കലയിലാണ് എല്ലാം. പാട്ട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാനിപ്പോൾ മുന്നേ വിചാരിച്ചതിൽ നിന്നും ഒരുപാട് സന്തോഷത്തിലാണ് സംഗീതത്തിൽ നിൽക്കുന്നത്. നൃത്തം ഒഴിവാക്കിയിട്ടില്ല, നൃത്തം കൂടെ തന്നെയുണ്ട്, ഇനിയും തുടരും. വീണ അഭ്യസിക്കുന്നുണ്ട്, വാദ്യോപകരണം. അത് അജിത സൗന്ദരരാജൻ സാറിൻ്റെ വൈഫാണ് അജിത സൗന്ദരരാജൻ, ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കലയിലേക്ക് ഇറങ്ങിയെന്ന് തന്നെ പറയാം. അതെ, ഇതിനെങ്ങനെ സമയം കിട്ടുന്നു എന്നുള്ളതാണ് ഇതെല്ലാം. എല്ലാം അതെ. പക്ഷെ എപ്പോഴും കലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒന്നിനൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ നൃത്തം, അല്ലെങ്കിൽ വീണ, അല്ലെങ്കിൽ സംഗീതം എല്ലാമായിട്ട് നിൽക്കുന്നു. മേജർ ചെയ്ത് പാട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. BA മ്യൂസിക് കഴിഞ്ഞ് പിന്നീടും തുടർന്ന് PG ചെയ്യാൻ തന്നെയാണല്ലേ? അതെ അതെ, റിസർച്ചിനോടാണ് താല്പര്യം എനിക്ക്. അപ്പോൾ കൂടുതൽ അതിലേക്ക് ഉള്ള പഠനങ്ങൾ തുടരണം, ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അച്ഛനമ്മയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു അല്ലേ? വാതോരാതെ എനിക്ക് സപ്പോർട്ട് നൽകിയ അച്ഛനമ്മയാണ്, ഞാനിവിടെ നിൽക്കാൻ കാരണം അച്ഛനമ്മയാണ്, പാട്ട് പഠിച്ചത് അച്ഛനമ്മയാണ്. അച്ഛൻ്റെ അമ്മയുടെ വിശേഷം പറയൂ. അതെ, എൻ്റെ അച്ഛൻ മെഡിക്കൽ റെപ്പാണ്, അമ്മ ഹൗസ് വൈഫാണ്. അപ്പം ഹൗസ് വൈഫ് ആവാൻ കാരണം ഇപ്പോൾ ഞാൻ കലയിൽ നിൽക്കണമെങ്കിൽ അമ്മ എൻ്റെ കൂടെ അതിനു വേണ്ടി ഓടി നടന്നു. അച്ഛനാണെങ്കിലും അതേപോലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. എനിക്കൊരു അനിയനുണ്ട്, 10ാം ക്ലാസ്സിലാണ്, ശാന്തിനികേതനിലാണ് പഠിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഫാമിലി ഒരുപാട് സപ്പോർട്ടീവാണ്. എനിക്ക് അവരില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇത് ചെയ്യുന്നത് തന്നെ, ഇപ്പോൾ ഈ പാട്ട് തന്നെ റിലീസ് ചെയ്യണമെങ്കിലും അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊരു അഭിമാനമായിരിക്കും അച്ഛനും അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ. അനിയൻ പാടുമോ? അനിയൻ കുഞ്ഞിലെ പാടുമായിരുന്നു, പക്ഷെ അതിനോട് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. പിന്നീട് ഫ്ലൂട്ട് പഠിക്കുന്നുണ്ട്, പിന്നെ ഡാൻസ് കളിക്കും. അച്ഛനും അമ്മയുമാണ് പ്രോത്സാഹിപ്പിച്ചതെന്ന് പറയുന്നു. അച്ഛനും അമ്മയും പാടുമോ? അവർ രണ്ടുപേരും പാടത്തില്ല. ശരി, അതിന് പറഞ്ഞിരുന്നു കലാകുടുംബമല്ല, പക്ഷെ ഞാനാണ് ആദ്യത്തെ കലാകാരി. അതെ അതെ, ആരും അങ്ങനെ കലയിലില്ല. പിന്നെ ചെറുതായിട്ടൊക്കെ ഡാൻസൊക്കെ അപ്പച്ചന്മാരൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ മേജർ ചെയ്ത് കണ്ടിട്ടുമില്ല, തുടർന്ന് പഠിച്ചിട്ടുമില്ല. അപ്പോൾ കലയിൽ ആദ്യമായിട്ട് ചുവട് വയ്ക്കുന്നത് ഞാനാണ്. അപ്പോൾ കീർത്തനയാണ് വീട്ടിലെ താരം. നമുക്കിനി ഒരു പാട്ട് കൂടിയായാലോ അല്ലേ? ഒത്തിരി വിശേഷങ്ങളായി. കാതോട് കാതോരം തേൻചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. കാതോട് കാതോരം തേൻ
ഏതോരു മാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കുറുമൊഴി കുറുകി കുറുകി നീ ഉണരുവരി നെൽക്കതിരിൻ തിരിയിൽ അരിയ പാൽമണികൾ കുറുകി നിൻമണിതൻ കുലകൾ വെയിലുലയേ കുളിരു പെയ്തിനിയ കുഴലുമൂതിനി കുറുമൊഴി ഇതിലേവാ ആരോ പാടിപ്പെയ്യുന്നു തേന്മഴകൾ ചിറകിലുയരുമഴകേ മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കണികൾ. കീർത്തന നിർത്തുമ്പോൾ ഒരു വിഷമം, വീണ്ടും വീണ്ടും പഠിക്കാൻ. അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ സ്റ്റുഡിയോയിൽ നിന്നും കൂടി ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്, ഇനിയും പാട്ട് പാടിക്കൂ എന്നുള്ളത്. അതിലേക്കൊക്കെ എത്താം. എന്തായാലും കുറച്ച് വിശേഷങ്ങൾ കൂടി അറിയണം അല്ലേ. 2 ഭക്തി ഗാന ആൽബങ്ങളിലും കൂടി അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനിയുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സുകളൊക്കെ എന്താണ്? ഫ്യൂച്ചർ പ്രോജക്ട്സ് നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അതിലേക്കുള്ള എയിമിംഗ് ആണിപ്പോൾ. അപ്പോൾ ഓരോ ജേണറിലുള്ള സോങ്സും ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം മെലഡീസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അത് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്കും കൂടി കടക്കണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ കച്ചേരികൾ ചെയ്യണം, ശാസ്ത്രീയ വശം കൂടുതൽ അറിയണം, അതിനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ പ്രോജക്ട്സ് അതിനെ എയിം ചെയ്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതായത് കൂടുതൽ കൂടുതൽ പഠിക്കുക അല്ലേ, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഏതിലെങ്കിലും കൃത്യമായ ഒരു പ്രാവീണ്യം നേടണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? സാധാരണ പാട്ടുകാർ അങ്ങനെ തിരഞ്ഞെടുക്കാറുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രീയ സംഗീതം, കച്ചേരി നടത്തുക, അതോടൊപ്പം ഹിന്ദുസ്ഥാനി രാഗം, അങ്ങനെയൊക്കെ ഏതിലെങ്കിലും പ്രാവീണ്യം നേടണം എന്ന് കീർത്തന ഉദ്ദേശിക്കുന്നുണ്ടോ? ശാസ്ത്രീയ സംഗീതം ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഒരുപാട് അതിനെപ്പറ്റി തിയററ്റിക്കലായിട്ട് അറിയാനും പ്രാക്ടിക്കൽ സൈഡ് മാത്രമേ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ കാണുന്നുള്ളൂ. കൂടുതൽ പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി സൈഡിൽ ഒരു ഫാസിനേഷൻ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ആഴ്ന്ന് റിസർച്ച് പരമായി പഠിച്ച് അതിനെ എനിക്ക് ശാസ്ത്രീയ സംഗീതം വളരെ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് ഇപ്പം പ്രാക്ടിക്കലി ആണെങ്കിൽ വർക്കിൻ്റെ രീതിയിൽ, അല്ലാതെ ആണെങ്കിൽ എനിക്ക് ടീച്ചിങ് സൈഡൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ ഒരു പ്രാവീണ്യം നേടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് മാത്രമല്ല, തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് പണ്ടേ പ്രശസ്തമാണല്ലേ. അവിടുത്തെ ടീച്ചർമാരും കുട്ടികളുടെയൊക്കെ കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങൾ കൂടി പറയാം. കൂട്ടുകാരെല്ലാവരും വളരെ വളരെ സപ്പോർട്ടീവാണ്. ഫ്രണ്ട്സ് എല്ലാവരും. ഇപ്പോൾ സീനിയേഴ്സ് ആണെങ്കിലും എനിക്ക് സീനിയർ ജൂനിയർ എന്നൊരു ഡിവിഷൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സീനിയേഴ്സ് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരൊക്കെ ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്ത് കാര്യങ്ങളിലാണെങ്കിലും. പിന്നെ അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും HOD ആനേടി ധനലക്ഷ്മി ടീച്ചറാണ്. എൻ്റെ ട്യൂട്ടർ ആശജീവൻ സത്യൻ മാമാണ്. അതുപോലെ സജന ടീച്ചർ, വിനീത ടീച്ചർ, ജാസ്മിൻ ടീച്ചർ, ധന്യ ടീച്ചർ, ശ്യാമ ടീച്ചർ, രാജ ടീച്ചർ, എനിക്ക് എല്ലാവരെയും ഓർക്കേണ്ടി വരും. 8 ടീച്ചർമാരാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരുപാട് എക്സ്പോഷറൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. അതുപോലെ തന്നെ ഞാൻ ഗാനമേള വേദിയിലേക്ക് എത്തുന്നത് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയിലൂടെയാണ്. അപ്പോൾ അതിലെ മണക്കാട് രാമേന്ദ്രൻ സാറ് അവരെല്ലാവരും എന്നെ ഒരുപാട് ഇതിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗാനമേളയുടെ വിശേഷങ്ങൾ ചോദിച്ചില്ല അല്ലേ. ധാരാളം വേദികളിൽ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് എത്താം കീർത്തന. അതിന് മുമ്പ് ഒരു പാട്ട് കൂടി. ഉറപ്പായിട്ടും. നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാനലഞ്ഞിടവേ എൻ വേലിനും മുകിലിനും മലിയുവാൻ നിൻ മനമിതാ വെണ്ണിലാവാനമായി ഒരേ വഴിയിലേരാവോളം ഒഴുകി നാം കെടാതുണരണേ നമ്മൾ
കീർത്തന ഗായികയാണ്. ഇഷ്ടപ്പെട്ട ഒരു പാട്ടും ഒരു മ്യൂസിക് ഡയറക്ടറെയും തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പക്ഷേ എങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ? മ്യൂസിക് ഡയറക്ടർ എനിക്ക് കൂടുതൽ ഞാൻ ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ദേവരാജൻ മാസ്റ്ററുടെ ഒരു ക്ലബിലുണ്ട്, അതുകൊണ്ട് മാഷിൻ്റെ പാട്ടുകളും കൂടുതൽ അറിയാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എപ്പോഴും പ്രിയപ്പെട്ടത് തോന്നിയിട്ടുള്ളത് ജോൺസൺ മാസ്റ്ററും MG സാറുമാണ്, MG രാധാകൃഷ്ണൻ സാറുമാണ്. പഴയ പാട്ടുകളും അറിയാം അല്ലേ, ദേവരാജൻ മാസ്റ്റർ ക്ലബിലുള്ളത് കൊണ്ട് തന്നെ. അതെ അതെ, ഞങ്ങൾ അങ്ങോട്ടൊരു അഭിപ്രായം വെക്കട്ടെ. നേരത്തെ നാളികേര ദിനം പറഞ്ഞല്ലോ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങളെ കുഴയ്ക്കാനായി നാളികേരത്തിന്റെ നാട്ടിൽ എനിക്ക് നാഴിയിടം കഴിയും മണ്ണുണ്ട് എന്ന് പറഞ്ഞൊരു പാട്ട് 2 ലൈൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് പറയുകയാണ് ചെയ്തത്. അതറിയാമോ പാടാൻ? എങ്കിൽ ആ കടം അങ്ങ് വീട്ടാമായിരുന്നു. എൻ്റെ അപ്പൂപ്പനൊക്കെ പണ്ട് പാടി തന്ന പാട്ടുകളിൽ ഒന്നാണിത്. എനിക്ക് അന്നുള്ള ഓർമ്മയേ ഉള്ളൂ, ഇപ്പൊ ഞാൻ കേട്ടിട്ടൊന്നുമില്ല. മതി, അതിൽ ഞാൻ ആ 2 പേര് തന്നെ പാടാം. ശരി. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂടു പോലുള്ളൊരു 4 കാലോലപ്പുരയുമുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. കീർത്തനയിലൂടെ ഞങ്ങൾ ആ കടം കിട്ടി. ആ 2 വരി ശരിക്കും ഓർമ്മയുള്ളൂ. ആ നാരായണ കിളി എന്നുള്ള വരി എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇങ്ങനത്തെ ഓർമ്മയിലാണ് പാടുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞതാണല്ലോ. പഴയ പാട്ടുകൾ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇത്രയും മലയാളം പാട്ടുകൾ തന്നെയാണ് പാടിയത്. ഇനി മറ്റൊരു ഭാഷയിൽ കൂടി ഒന്ന്, വേറൊരു ഭാഷ. കൺകൾ ഇരണ്ടാൽ കൺകൾ ഇരണ്ടാൽ എന്നെ കട്ടിയിലെത്തായി പോതാതെന ചിന്ന ചിരിപ്പിൽ ഒരു കള്ളച്ചിരിപ്പിൽ എന്നെ തള്ളിവിട്ട് മൂടി മറത്തായി பேச எண்ணி சில நாள் அருகில் வருவேன், பின்பு பார்வை போதும் என நான் நினைத்தேன். நகழ்வேனே மாற்றி கண்கள் எழுதும் இரு கண்கள் எழுதும் ஒரு வண்ண கவிதை. காதல் தானா ஒரு வார்த்தை இல்லையே, இதை யோசையில்லையே, ഇതിൽ ഇരുടിലും പഠിത്തിട മുടികിറതേ. ആഹാ, ഇവിടെ താളം പിടിച്ചൊക്കെ തുടങ്ങി ഞങ്ങളുടെ ഫ്ലോറിൽ. കുറച്ച് ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഹൈ പാട്ടുകളൊന്നും പാടരുതെന്ന് തീരുമാനിച്ച് വന്നതാണ്. പക്ഷെ പാട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ. അതുകൊണ്ട് ഞങ്ങൾ നല്ല അതുപോലെ ആസ്വദിച്ചു, കാരണം അത്ര മനോഹരമായിരുന്നു. താങ്ക് യു. ശരി, ഇനി കുടുംബത്തിലെ വിശേഷം പറഞ്ഞു, അച്ഛൻ അമ്മ, കോളേജിലെ വിശേഷം പറഞ്ഞു. ഇനി സ്കൂളിലെ അധ്യാപകരാണ് ആദ്യം ഇത് കണ്ടെത്തിയത് എന്നൊക്കെ പറഞ്ഞു. അവരിപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ടോ? സ്കൂളിലെ ടീച്ചേഴ്സിനെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാറുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം അറിയിക്കുന്നത് എൻ്റെ കയ്യിൽ കോൺടാക്റ്റിലുള്ള എല്ലാ സ്കൂൾ ടീച്ചേഴ്സിനെയാണ്. അവർ ഒരുപാട് ആർട്സ് പരമായിട്ടുള്ള രീതിയിൽ സ്കൂളിൽ എന്ത് വന്നാലും എന്നെ വിളിച്ച്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ എപ്പോഴും എന്നെ അവരെ അഭിസംബോധന ചെയ്യുന്നത് കലാകാരിയായിട്ടായിരുന്നു. പഠിത്തത്തെക്കാളേറെ അവർ എന്നിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് കീർത്തന ആ പരിപാടിക്കുണ്ടോ ഈ പരിപാടിക്കുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ എന്നെ ശാന്തി ഈശ്വർ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പാട്ട് മ്യൂസിക് ക്ലാസ്സിൽ മ്യൂസിക് പീരീഡ് പാടിപ്പിച്ച് അച്ഛൻ്റെ അടുത്തൊക്കെ പറയുന്നത്. അപ്പം അന്ന് മുല്ലപ്പൂം പല്ലിലുമാണ് എൻ്റെ സ്ഥിരം പാട്ട്.
എനിക്ക് ആ ഒരു പാട്ടേ അറിയുള്ളൂ കുഞ്ഞിലെ. അതെന്തായാലും പഠിക്കാനും മുമ്പ് സ്കൂളിൽ കലാകാരിയായിരുന്നല്ലോ, അപ്പോൾ സാധാരണ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും. സ്ഥിരമായി ഈ സ്കൂളുകളിൽ നമുക്കറിയാം സമൂഹഗാനം, വഞ്ചിപ്പാട്ട്, ഇതൊക്കെ അല്ലെ മത്സരവേദികളിൽ പാടാറുള്ളതാണ്. ഇവിടെ നമ്മുടെ ഡെസ്കിൽ നിന്നും കൂടി ഒരു ആവശ്യം വരുന്നുണ്ട്. കാരണം ഓണക്കാലമാണ്, അതോടൊപ്പം ഒരു വഞ്ചിയിലാണ് ഇങ്ങനെ ആ ആൽബം തുഴഞ്ഞു വരുന്നുണ്ട്. അത് ആവശ്യപ്പെട്ടത് ആരാണ് എന്ന് കൂടി പറയണോ? ഞങ്ങളുടെ ചീഫ് എഡിറ്റർ തന്നെയാണ് ആവശ്യപ്പെട്ടത്, ഒരു വഞ്ചിപ്പാട്ട് പാടാമോ എന്ന്. അയ്യോ, വഞ്ചിപ്പാട്ടാണ്. കുട്ടനാടൻ പുഞ്ചയിലെ തന്നെയാണ് ആദ്യം മനസ്സിൽ വരുന്നത്. ശരി. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം, കൂരൽ വേണം, കുരവ് വേണം. ഓദിത്തിത്താരാദിത്തിത്തേതിത്തേതകതേതേതോം, വരവേൽക്കാനാളു വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഓദിത്തിത്താരാദിത്തിത്തേതിത്തേതകതേതേതോം, ഓദിത്തിത്താരാദിത്തിത്തേതിത്തേതകതേതേതോം. ഇനിയും ഇങ്ങനെ ഡിമാൻഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കീർത്തന, നമ്മുടെ സമയ പരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. അല്ലെങ്കിൽ എത്ര സമയം വേണമെങ്കിലും കീർത്തനയും നമ്മളുമൊക്കെ ഇങ്ങനെ പാട്ടുമായിട്ട് മുന്നോട്ട്. കീർത്തനെ കാണാൻ സുന്ദരിയാണ്, ശബ്ദം അതിമനോഹരമാണ്. ഇനി ഡാൻസും കൂടെ ഉള്ളൂ കാണാൻ. ഒരു മികച്ച കലാകാരിയായി ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഇന്നത്തെ ഈ ആൽബം റിലീസിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും വരുന്നു. ഒപ്പം ശോഭനമായ കലാരംഗത്ത് ശോഭനമായ ഒരു ഭാവി തന്നെ ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച് ധാരാളം പാട്ടുകൾ പാടിയതിന് വളരെയധികം നന്ദി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. താങ്ക് യു.